ഉത്തരേന്ത്യയിൽ ലോക്കോ പൈലറ്റ് ഇല്ലാതെ ട്രെയിൻ ഓടിയത് ജമ്മു കാശ്മീരിൽ നിന്ന് പഞ്ചാബ് വരെ. കത്വ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന ചരക്കു തീവണ്ടിയാണ് ലോക്കോ പൈലറ്റ് ഇല്ലാതെ പഞ്ചാബിലെ ഊഞ്ചി ബസ്ലിയിൽ വെച്ച് നിർത്തിയത്. അശ്വിനി ചേരുന്നു വിവരങ്ങളുമായി. അശ്വിനി, എങ്ങനെയാണ് ലോക്കോ പൈലറ്റ് ഇല്ലാതെ ട്രെയിൻ ഓടിയത്, എങ്ങനെ നിർത്തി? ധന്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ജമ്മു കാശ്മീരിലെ കഠ്വ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന ചരക്ക് തീവണ്ടിയാണ് ലോക്കോ പൈലറ്റ് ഇല്ലാതെ 80 കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ച് പഞ്ചാബിലെ ഊഞ്ചി ബസിൽ വെച്ച് നിർത്തിയത്. ലോക്കോ പൈലറ്റ് ഹാൻഡ് ബ്രേക്ക് ഇടാതെ പുറത്തിറങ്ങിയതിനെ തുടർന്ന് പാലത്തിൽ ഒരു ഇറക്കം പോലെ കിടക്കുകയായിരുന്നു. അത് ചരിവായിരുന്നു. ആ ചരിവിലേക്ക് ട്രെയിൻ നിരങ്ങിയിറങ്ങി പിന്നെ അത് ആ ഒരു യാത്ര തുടരുകയായിരുന്നു. അത് 80 കിലോമീറ്ററോളം ദൂരം. ഇതിൽ യാത്ര തുടർന്ന് വരവെ ഏകദേശം ഇതിന്റെ ഒരു വേഗത 100 കിലോമീറ്റർ വരെ എത്തിയിരുന്നു എന്നതും എടുത്തു പറയേണ്ടതാണ്. കാരണം ഇത്തരത്തിൽ അതിവേഗത്തിൽ ആണ് ട്രെയിൻ സഞ്ചരിച്ചത്. ഇതിനെ വേറെ ഒരു തരത്തിലും നമുക്ക് നിയന്ത്രിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. വളരെ അപകടകരമായ ഒരു സാഹചര്യമായിരുന്നു ഇതുമൂലം ഉടലെടുത്തത്. കാരണം ലോക്കോ പൈലറ്റ് ഇല്ല, നിയന്ത്രിക്കാൻ മറ്റ് സംവിധാനങ്ങളൊന്നും ഇല്ല. ഡീസൽ എഞ്ചിൻ ആയിരുന്നു, ഇലക്ട്രിക് എഞ്ചിൻ ആയിരുന്നില്ല. അല്ലെങ്കിൽ വൈദ്യുതി വിച്ഛേദിച്ചിട്ടോ മറ്റോ അത്തരത്തിൽ ട്രെയിൻ നിർത്താമായിരുന്നു. ഇപ്പം ഡീസൽ എഞ്ചിൻ ആയതോടുകൂടി ട്രാക്ക് മാറ്റുന്നതടക്കമുള്ള മറ്റ് മെക്കാനിക്കൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇതിനെ നിർത്തിയത് പഞ്ചാബിലെ ഊഞ്ചി ബസിൽ വെച്ച്. അതുവരെയുള്ള റെയിൽവേ ക്രോസുകളടക്കം എല്ലാം നിർബന്ധിതമായി അടച്ചിട്ട് ഗതാഗതമടക്കം നിയന്ത്രിച്ചാണ് ഇത്തരത്തിലൊരു വൻ ദുരന്തം ഒഴിവാക്കിയത്. ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം ഇപ്പോൾ ഉത്തരവിട്ടിട്ടുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും റെയിൽവേയുടെ ഭാഗത്തു നിന്നും വിശദീകരണമോ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. ഇത്തരത്തിലൊരു ആദ്യത്തെ സംഭവം നമുക്കിത് പറയാൻ ഒക്കത്തില്ല. കാരണം 2016 സമാനമായ ഒരു സംഭവം കൊങ്കൺ റെയിൽവേയിൽ ഉണ്ടായിരുന്നു. അന്ന് ആളുകളുമായി പോയ ട്രെയിനിനാണ് ഇത്തരത്തിൽ ഒരു ലോക്കോ പൈലറ്റ് ഇല്ലാതെ സഞ്ചരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. അത് പക്ഷേ ഒരു മെക്കാനിക്കൽ തകരാറ് കാരണമായിരുന്നു ഒരു സംഭവം ഉണ്ടായത്. ഇത് പക്ഷേ ഒരു ഉദ്യോഗസ്ഥന്റെ അല്ലെങ്കിൽ ലോക്കോ പൈലറ്റിന്റെ അനാസ്ഥ മൂലമാണ് ഇത്തരത്തിൽ സംഭവിച്ചതെന്ന് വേണം നമുക്ക് പറയാൻ. ധന്യ. നന്ദി അശ്വിനി.